ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ ഞാനെന്നും പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പുറത്തേക്ക് വരും കേട്ടോ. കാരണം ഞാൻ വാതിൽ തുറന്ന് തുണിയൊക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമല്ലോ. ആ സമയത്ത് അലക്കിയ തുണികളൊക്കെ ഉണങ്ങുമ്പോഴേ ആ സമയത്ത് ഇവിടെ ഉറങ്ങണ പൂച്ചകളൊക്കെ ഓടി വരും അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷേ ഇവളെങ്ങനെയാണ് അറിയണേ ഈ സംഭവം? അവൾ ഈ പറമ്പിൻ്റെ അറ്റത്ത് എവിടെയോ കിടന്നാണ് ഉറങ്ങണേ. അവൾ പക്ഷേ അത് അപ്പം തന്നെ മനസ്സിലാക്കിയിട്ട് അവളും വരും ഗേറ്റിൻ്റെ പുറത്തേ നിൽക്കുള്ളൂ കേട്ടോ. അകത്തേക്ക് ഇടയ്ക്ക് വരും ക്യാറ്റ് ഫുഡ് കട്ട് കഴിക്കാൻ. അത് ഗേറ്റ് തുറന്ന് കിടന്നാൽ മാത്രമേ വരുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വരുമൊന്നുമില്ല. അതിലൊന്നും ചാടി വരില്ല. അവൾ പാവാണ്. ബിസ്ക്കറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പറയും, പക്ഷേ അവൾക്ക് ഏറ്റവും ഇഷ്ടം ബിസ്ക്കറ്റാണ്. ഇന്ന് മീനൊന്നും കൊടുത്തിട്ട് അവൾ കഴിച്ചില്ല. ചില സമയത്ത് ചോറ് കൊടുത്താലും കഴിക്കില്ല, മീൻ കൂട്ടി കൊടുത്താലും കഴിക്കില്ല, ചില ദിവസം കഴിക്കും. എപ്പോഴും കഴിക്കുന്ന ഒരു സാധനം ബിസ്ക്കറ്റാണ്. പിന്നെ എന്താ ചെയ്യുക, അവളുടെ വിശപ്പ് എങ്ങനെയെങ്കിലും മാറ്റണ്ടേ. പിന്നെ ചിക്കൻ്റെ എല്ല് അതൊക്കെ ഇഷ്ടമാണ്. നമ്മളെപ്പോഴും ചിക്കൻ വാങ്ങിക്കാറില്ലല്ലോ. വാങ്ങിക്കുന്ന ദിവസമൊക്കെ അതിൻ്റെ കുറച്ച് കരൾ അതൊക്കെ ഞങ്ങൾ കഴിക്കില്ല, അതൊക്കെ അവൾക്ക് കൊടുക്കും കേട്ടോ. എന്നാലും അവളിപ്പോൾ സുന്ദരിക്കുട്ടി വല്ലാതെ ക്ഷീണിച്ച് വന്ന ആളാണ്. ഇത്രയും പാവം ഒരു പട്ടിക്കുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. കുട്ടിയല്ല, വലിയ പട്ടിയാണ്. എന്നാലും വേറെ പട്ടികളെയൊക്കെ പേടിച്ചിട്ടാണ് അവളോട് ഒന്ന് ഒളിച്ചിരിക്കുന്നത്. അപ്പുറത്ത് പുറകുവശത്താണ് എപ്പോഴും അവിടെ കിടക്കുക. അവിടെ തന്നെ കിടക്കും. ആ വശത്തേക്ക് ഗേറ്റ് ഉണ്ട്, അതുകൊണ്ട് അതുവഴി അകത്ത് കയറാനും പറ്റില്ല അവൾക്ക്.